ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ പുതിയൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമായിരിക്കും അല്ലെ? നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക്, ഫീഡ്ബാക്കുകൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. സോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, അതെപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരോട് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയുക. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിനി 2 മാസത്തെ സമയമുള്ളൂ അല്ലേ? ആ ഒരു 2 മാസം നിങ്ങൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഞാനൊക്കെ എന്ന് പറയുമ്പോൾ എക്സാമിന്റെ 1 മാസം മുമ്പ് ആ ഒരു മാസത്തെ സ്റ്റഡി ലീവിനാണ് പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു സമയം നന്നായിട്ട് മെനക്കെട്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. സോ നിങ്ങൾക്ക് മുമ്പിൽ 2 മാസമുണ്ട്. ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാൽ മതി. ഇന്ന് മുതൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ MCQs വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നുണ്ട് ചാനലിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. 2022 സിലബസും ഉണ്ടാവും, 2016 സിലബസും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇന്റർമീഡിയറ്റിലെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഈ ഒരു സീരീസ് ഉണ്ടാവും. ഓൾറെഡി അപ്ലോഡഡ് ആണ് ചില സബ്ജക്റ്റുകളുടെ, നിങ്ങളത് നോക്കിക്കോളുക. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി മാനേജ്മെന്റിന്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ, അതും നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, 2 മാസം സമയമുണ്ടല്ലോ സാറേ, ആ ഒരു ലാസ്റ്റ് മന്ത് പഠിക്കാനിരുന്നാൽ പോരെ? അതായത് നവംബർ മാസം മാത്രം പഠിക്കാനിരുന്നാൽ പോരെ? അതുവരെ ക്ലാസ് ഒക്കെ കണ്ട് ചില്ല് ചെയ്ത് പോയാലോ? കുഴപ്പമില്ല, പക്ഷെ ഞാനത് അത്ര എന്റർടൈൻ ചെയ്യില്ല. കാരണം 2 മാസം സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അത്യാവശ്യം മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും എക്സാം. ഓക്കെ, സാറ് 1 മാസമല്ലേ പഠിച്ചത്, ലാസ്റ്റത്തെ 1 മാസമല്ലേ പഠിച്ചത്, എന്നിട്ട് സാറ് പാസ്സായില്ലേ? അതുപോലെ നമുക്കും പറ്റൂലോ. ലക്ക് ഫാക്ടറും കൂടെ ഉണ്ട്. നമ്മൾ പഠിച്ചതൊക്കെ എന്തോ എക്സാമിന് ചോദിച്ചു, അതുകൊണ്ട് അതൊക്കെ എഴുതാൻ പറ്റി, പാസ്സാകാൻ പറ്റി. അങ്ങനെ ആകണമെന്നില്ലല്ലോ എപ്പോഴും. സോ മാക്സിമം യൂസ് ചെയ്യുക. ഒന്നും മാറ്റി വെച്ചൊന്നും പഠിക്കൊന്നും വേണ്ട. എല്ലാം ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറയാറില്ലേ, എല്ലാം ആസ്വദിച്ച് തന്നെ പോവുക. കുറച്ചു നേരം കളിക്കാനൊക്കെ പോകണം, സിനിമയ്ക്ക് പോകണം, നന്നായിട്ട് കിടന്ന് ഉറങ്ങണം, വെള്ളം കുടിക്കണം നന്നായിട്ട്, ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കണം. പഠിക്കാനിരിക്കുന്ന സമയം ഫുൾ കോൺസെൻട്രേഷൻ അതിലായിരിക്കണം. ഓക്കെ, ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അല്ലെ? മൊഡ്യൂൾ നമ്പർ 11 നമ്മൾ ബാക്കി നിർത്തിയ 2 ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ഫോർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എന്താണ് സംഗതി? ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ഹാസ് ബിക്കം എസെൻഷ്യൽ ഫോർ ബിസിനസ്സസ് ടു റിമൈൻ കോമ്പറ്റേറ്റീവ് ഇൻ ടുഡേയ്സ് എവർ ചേഞ്ചിങ് ടെക്നോളജിക്കൽ ലാൻഡ്സ്കേപ്പ്. നിങ്ങൾക്കറിയാം, ബിസിനസ്സുകാർക്കിടയിൽ വളരെ വലിയൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അല്ലേ? ഒരു ബിസിനസ്സുകാരന് അയാളുടെ ആ ഒരു കോമ്പറ്റേറ്റീവ് പൊസിഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷനിലേക്ക് പോയിട്ടുണ്ടാവണം. അല്ലാത്ത പക്ഷം അയാൾക്ക് ആ ഒരു കോമ്പറ്റേറ്റീവ് പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇൻ റീസെന്റ് ഇയേഴ്സ് വി ഹാവ് വിറ്റ്നസ്ഡ് എ റാപ്പിഡ് ട്രാൻസ്ഫർമേഷൻ ഇൻ ദ ബിസിനസ് വേൾഡ്. കഴിഞ്ഞ കുറെ വർഷക്കാലങ്ങളായിട്ട് ഒരു റാപ്പിഡ് ട്രാൻസ്ഫർമേഷൻ ആണ് നമ്മൾ കാണുന്നത്. റാപ്പിഡ് ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ആണ് നമുക്ക് ബിസിനസ്സുകാർക്കിടയിൽ കാണാനായിട്ട് പറ്റുന്നത്. കമ്പനീസ് ഒക്കെ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്നു, അതിലൂടെ അവരുടെ ഓപ്പറേഷൻസ് സ്ട്രീംലൈൻ ചെയ്യുന്നു, സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു. അതുപോലെ അവർക്കൊരു വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാനും ഈ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, എങ്കിൽ ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വേണേ, അധികം സമയം എടുക്കല്ലേ, പഠിച്ചങ്ങ് പോവാം. അയ്യോ, നിങ്ങളെല്ലാവരും മിസ് ചെയ്യുമല്ലോ. നിങ്ങൾ എന്നെ മിസ് ചെയ്യോ? എപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ടാവണം കേട്ടോ.
ശരി, അടുത്തതിലേക്ക് പോവാം. 6 reasons why businesses should undergo digital transformation. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബിസിനസ്സുകാർ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്നത്? 6 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്, 6 പ്രധാനപ്പെട്ട റീസൺസ് ആണുള്ളത്. അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിലേക്ക് പോയാലോ? ഫസ്റ്റ് റീസൺ നോക്കിയേ, കീപ്പിംഗ് അപ്പ് വിത്ത് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ്. With the rise of digital technology, customer expectations have evolved. Customers now expect businesses to provide seamless experiences across multiple channels. ഡിജിറ്റൽ ടെക്നോളജി വളർന്നു അല്ലേ? അതോടൊപ്പം കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻസും എന്ത് ചെയ്തു? വളർന്നു. ഇപ്പോ ഒരു ഗുഡ്സ് ആണെങ്കിലും ശരി, സർവീസ് ആണെങ്കിലും ശരി, കസ്റ്റമേഴ്സിന് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ലെ? അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകൾ. അങ്ങനെ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ഡിജിറ്റൽ ടെക്നോളജീസും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷം എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ എല്ലാ കസ്റ്റമേഴ്സും, മാർക്കറ്റിലുള്ള എല്ലാ കസ്റ്റമേഴ്സും ഇത്തരത്തിൽ സപ്ലയേഴ്സിൽ നിന്ന് ഒരു സീംലെസ് എക്സ്പീരിയൻസ് ആണ് ആഗ്രഹിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതാണ് ഈ ഒരു പോയിന്റ്. അവിടെ ഒരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്, നോക്കിയേ. ഇഫ് യു ഹാവ് ഹാഡ് എ വെബ് ആപ്പ്, യു നീഡ് ടു ഡെവലപ്പ് മൊബൈൽ ആപ്സ് ടു കീപ് യുവർ കസ്റ്റമേഴ്സ് വിത്ത് യു ആൻഡ് കോൺക്വർ ന്യൂ വൺസ്. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഫോണിൽ കിട്ടിയാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞിരിക്കുക അല്ലെ? ഒരു കമ്പനിക്ക് ഓൾറെഡി ഒരു വെബ് ആപ്പ് ഉണ്ട്. സോ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ ആപ്പ് കൂടി എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്യാണ്. പറഞ്ഞ മനസ്സിലായോ? സോ ഒരു ഡിജിറ്റൽ ടെക്നോളജി കൂടി അവരവിടെ ഇംപ്ലിമെന്റ് ചെയ്യാണ്, കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് വായിച്ചു നോക്കി, ഫസ്റ്റ് റീസൺ വായിച്ചു നോക്ക്. ഞാൻ ചാറ്റിൽ ഹാൻഡ് റിട്ടൺ നോട്ട്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് ചോദിച്ച് മേടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചോണേ. അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓഡിയോയും ഉണ്ട് കേട്ടോ. ഓക്കെ, വായിച്ചോ? സെക്കൻഡ് പോയിന്റിലേക്ക് പോവാം, സെക്കൻഡ് റീസണിലേക്ക് പോവാം. ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി. Digital transformation can significantly improve a business's efficiency by automating manual processes, reducing errors, and improving productivity. ഒരു കമ്പനി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. എങ്ങനെ ഇൻക്രീസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനുവൽ പ്രോസസ്സുകളൊക്കെ ഓട്ടോമേറ്റഡ് ആക്കും. അവിടെ എറേഴ്സ് ഒക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലൂടെ എല്ലാം നമുക്ക് ആ ഒരു ബിസിനസിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. സോ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വായിച്ചു നോക്കൂ. വായിച്ചോ? ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ റീസണിലേക്ക് പോയാലോ? എന്ത് പറയുന്നു? നോക്കിക്കോളൂ. തേർഡ് റീസൺ, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ബിസിനസ്സുകാര് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാനുള്ള ഒരു റീസൺ ആയിട്ട് പറയുന്നത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതായത്
കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാനാണ് ബിസിനസ്സുകാർ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷനിലേക്ക് പോകുന്നത്. നമുക്ക് നോക്കാം. Many businesses can leverage emerging technologies like artificial intelligence, machine learning, big data, and the Internet of Things to gain insights into customer behavior, streamline operations, and improve decision making. ബിസിനസ്സുകാർ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ മനസ്സിലാക്കാനും ഓപ്പറേഷൻസ് സ്ട്രീംലൈൻ ചെയ്യാനും ഓപ്പറേഷൻസ് സ്മൂത്തൻ ആക്കാനും ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ചില എമർജിങ് ടെക്നോളജീസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡേറ്റ, ദെൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇതെല്ലാം യൂസ് ചെയ്യുന്നതിലൂടെ ബിസിനസ്സുകാർക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ട് പറ്റും. കസ്റ്റമറിന്റെ ബിഹേവിയർ മനസ്സിലാക്കിയാൽ ഏത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് സർവീസ് ആണ് മാർക്കറ്റിൽ ഇറക്കേണ്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാവും, അല്ലേ? ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് സ്ട്രീംലൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അല്ലേ? സോ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? സോ അതാണ് മൂന്നാമത്തെ റീസൺ, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. വായിച്ചു നോക്ക്. വായിച്ചോ? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ റീസണിലേക്ക് പോവാം. ഫോർത്ത് വൺ, കോസ്റ്റ് സേവിങ്സ്. ഒരു റീസൺ ആയിട്ട് അവർ പറയുന്നത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷനിലേക്ക് പോയത് എന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ക്യാൻ ഹെൽപ്പ് ബിസിനസ്സസ് സേവ് കോസ്റ്റ് ബൈ റിഡ്യൂസിംഗ് മാനുവൽ ലേബർ, streamlining processes, and improving productivity. ബിസിനസ് ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കോസ്റ്റിനെ കുറയ്ക്കാനായിട്ട് പറ്റും. മാനുവൽ ലേബർ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് അവിടെ. പ്രോസസ്സ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സ്ട്രീംലൈൻ ചെയ്യാണ്, ഷെഡ്യൂൾ ചെയ്യപ്പെടുകയാണ്. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുകയാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ബൈ അഡോപ്റ്റിംഗ് ക്ലൗഡ് സ്റ്റോറേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ക്ലൗഡ്, മൊബൈലിലൊക്കെ ഉള്ളതാണ്, അല്ലേ? ക്ലൗഡ് സ്റ്റോറേജ്. നമുക്ക് അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലേ? ഓൺലൈനായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്കൊരു ഫിസിക്കലി നമുക്കൊരു എന്താണ് ഹാർഡ് ഡിസ്കിന്റെ ഒന്നും ആവശ്യകത ഇപ്പോൾ നിലവിലില്ല, അല്ലേ? അതിനൊക്കെ ഒരുപാട് വിലയുമുള്ളതാണ്. അതേസമയം നമുക്ക് ഈ ഡ്രൈവിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുഖം, അല്ലേ? ഒരു കാശ് ചെലവും ഇല്ല. സോ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാനും പറ്റും ഈ ഒരു രീതിയിലൊക്കെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ്. ക്ലിയർ? കോസ്റ്റ് സേവിങ്സ് ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് വായിച്ചോ, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ശരി, അടുത്തേക്ക് പോവാം. വായിച്ച് കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചോളൂ കേട്ടോ. ശരി, അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സുകാർ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷനിലേക്ക് പോകുന്നത്. നമുക്ക് നോക്കാം. ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ക്യാൻ ഓൾസോ ഹെൽപ്പ് ടു ഇംപ്രൂവ്, help to improve a business's security posture by enabling them to adopt advanced security measures such as multi-factor authentication. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. എൻക്രിപ്ഷൻ ആൻഡ് നെറ്റ്വർക്ക് സെഗ്മെന്റേഷൻ. ബിസിനസ്സുകാർ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റി മെഷേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ ഉണ്ട്, എൻക്രിപ്ഷൻ ഉണ്ട്, നെറ്റ്വർക്ക് സെഗ്മെന്റേഷൻ ഉണ്ട്. ദിസ് ക്യാൻ ഹെൽപ്പ് ബിസിനസ്സസ് പ്രൊട്ടക്ട് ദെയർ ഡാറ്റ ഫ്രം പൊട്ടൻഷ്യൽ സൈബർ അറ്റാക്സ് ആൻഡ് മിനിമൈസ് ദ റിസ്ക് ഓഫ് ഡാറ്റ ബ്രീച്ചസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ
സെക്യൂരിറ്റി മെഷേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ അവർ പ്രൊട്ടക്ട് ചെയ്യും. എവിടെ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും? പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സൈബർ അറ്റാക്കുകളിൽ നിന്നും, അതുപോലെ തന്നെ ഡാറ്റ ആരെങ്കിലും ചോർത്തിക്കൊണ്ട് പോകുന്നതിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യും? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. വായിച്ചു നോക്ക്, നമ്മുടെ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി, 5ാമത്തെ പോയിന്റ്, 5ാമത്തെ റീസൺ. സിമ്പിൾ അല്ലേ? 5ാമത്തെ പോയിന്റ് എൻഹാൻസ് സെക്യൂരിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് റീസണിലേക്ക് വരാം, 6ാമത്തെ റീസണിലേക്ക് വരാം. ഇൻക്രീസ്ഡ് എജിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. നോക്കാം, വാ. ഡിജിറ്റൽ ടെക്നോളജി ക്യാൻ മേക്ക് ബിസിനസ്സസ് മോർ അജൈൽ ഓർ ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ, അലോയിങ് ദം ടു റെസ്പോണ്ട്, മുകളിലേക്കാകാം, അലോയിങ് ദം ടു റെസ്പോണ്ട് ക്വിക്ലി ടു ചേഞ്ചിങ് മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് കസ്റ്റമർ നീഡ്സ്. നിങ്ങൾക്കറിയാം, മാർക്കറ്റ് കണ്ടീഷൻസും അതുപോലെ കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാൺസും ഒക്കെ എന്താണ്? മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സും എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതുപോലെ കസ്റ്റമേഴ്സിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അഡോപ്റ്റ് ചെയ്യണം. അഡാപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ മാറ്റണം, ഫ്ലെക്സിബിൾ ആയിട്ട് പോകണം. സോ ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തുണ്ടാവണം? ഡിജിറ്റൽ ടെക്നോളജി ഉണ്ടാവണം. ദിസ് ക്യാൻ ഗീവ് them a competitive advantage over businesses that are slower to adapt. സോ ചില ബിസിനസ്സുകാർക്ക് ഇത്തരത്തിലുള്ള ചേഞ്ചിങ് കണ്ടീഷൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാൻ എന്തായിരിക്കും? പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ചിലവേറിയ കാര്യമൊക്കെ ആയതുകൊണ്ട് പാടായിരിക്കും. അപ്പോ ആ സാഹചര്യത്തിൽ നമ്മുടെ ബിസിനസ്സിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? വായിച്ചു നോക്ക്. ഇൻക്രീസ്ഡ് എജിലിറ്റി. ശരി, അപ്പോ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരുവാണ്. ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വെബ്സൈറ്റ് മാർക്കറ്റിംഗ് ആണ്. വെബ്സൈറ്റ് മാർക്കറ്റിംഗ്. Companies often use their own website as the centerpiece of their digital marketing activities. ചില കമ്പനീസ് അവരുടെ വെബ്സൈറ്റുകൾ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. The most effective websites represent the brand and its product and services in a clear and memorable way. ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡിനെ അവർ ക്ലിയർ ആയിട്ട്, മെമ്മറബിൾ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്ത് തരും. ക്ലിയർ? A website today must be fast loading, mobile friendly and easy to navigate. ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാറുള്ള ഒരു സംഗതിയാണ് അല്ലേ? ഫാസ്റ്റ് ലോഡിംഗ് ആണ്, ബഫറിംഗ് ഒന്നും ഇല്ല, മൊബൈലിൽ നമുക്ക് ആക്സസ് ചെയ്യാം, യൂസ് ചെയ്യാൻ എളുപ്പമാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. അതാണ് ഉദ്ദേശിച്ചത് വെബ്സൈറ്റ് മാർക്കറ്റിംഗ്. വായിച്ചു നോക്ക്. ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് വെബ്സൈറ്റ് മാർക്കറ്റിംഗ്.
വായിച്ചെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. പേ പെർ ക്ലിക്ക് അഡ്വർടൈസിങ്. പേപ്പർ ക്ലിക്ക് അല്ല, പേ പെർ ക്ലിക്ക് അഡ്വർടൈസിങ്. ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറർ ആണ്. എനിക്ക് അതിന്റെ ഒരു ആഡ് ഫേസ്ബുക്കിൽ പോകണം. അതായത് പബ്ലിക് ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഡക്റ്റിന്റെ ആഡ് അവർക്ക് കാണാനായിട്ട് പറ്റണം. അപ്പൊ ഞാനൊരു അഡ്വർടൈസിങ് കമ്പനിയെ സമീപിക്കുകയാണ്. അവർ പറയും നമുക്ക് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ അതെന്താണെന്ന് ഞാൻ ചോദിക്കുക, എനിക്കറിയില്ലത്. അവരങ്ങനെ പറഞ്ഞപ്പോൾ അപ്പൊ അവർ പറയും സാറിന്റെ പ്രൊഡക്റ്റിന്റെ പരസ്യം ഞങ്ങൾ ഫേസ്ബുക്കിൽ കൊടുക്കും. ഏതെങ്കിലും ഒരാള്, പബ്ലിക്കിൽ നിന്ന് ആരെങ്കിലും ഒരാള് ആ ആഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സൈറ്റിലേക്ക് കയറുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് തന്നാൽ മതി എന്ന് പറയും. ഇപ്പൊ ഒരു കസ്റ്റമർ, ഇപ്പൊ രാജു എന്ന് പറയുന്ന ആള്, അയാളുടെ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഡക്റ്റിന്റെ ആഡ് കാണുന്നു. അയാൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റെ സൈറ്റിലേക്ക് കയറുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആർക്ക് പേയ്മെന്റ് കൊടുക്കണം? ആ അഡ്വർടൈസിങ് കമ്പനിക്ക് പേയ്മെന്റ് കൊടുക്കണം. അതാണ് സംഗതി. ഓക്കെ, അത്രേ ഉള്ളൂ. പേ പെർ ക്ലിക്ക് PPC എന്ന് പറയും. Advertising enables marketers to reach audiences on news and other websites and digital platforms through paid ads. Marketers can set up PPC campaigns on Google, Bing, LinkedIn, X, formerly Twitter. ട്വിറ്ററിന്റെ പുതിയ പേരാണല്ലോ X. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിലുള്ള പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് നടത്താറുണ്ട് പല അഡ്വർടൈസിങ് കമ്പനീസും. കേട്ടോ, സംഗതി മനസ്സിലായല്ലോ? എഴുതാലോ, ഓൺ വേർഡ്സിൽ എഴുതാലോ. അടുത്ത ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. The goal of content marketing is to reach potential customers through the use of written, visual or video content that interest them. നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു റിട്ടൺ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടന്റ് നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ്. ഈ ഒരു വീഡിയോ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു റിട്ടൺ ഡോക്യുമെന്റ് കസ്റ്റമേഴ്സിനെ ഇൻട്രസ്റ്റഡ് ആക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിനെയാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. That content is usually published on a website and then promoted through social media, email marketing, search engine optimization or even pay per click campaigns. നമ്മൾ ഈ ഒരു റിട്ടൺ ഡോക്യുമെന്റ് അല്ലെങ്കിൽ വിഷ്വൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ വീഡിയോ കണ്ടന്റ് യൂഷ്വലി പബ്ലിഷ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിലാണ്. അതിനുശേഷം അത് പ്രൊമോട്ട് ചെയ്യും. ഏതിൻ്റെയൊക്കെ സഹായത്തോടെ? സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ, ഇമെയിൽ മാർക്കറ്റിംഗിന്റെ സഹായത്തോടെ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലൂടെ, അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പേ പെർ ക്ലിക്ക് ക്യാമ്പയിനിലൂടെ. ഓക്കെ, ഇതാണ് ഈ ഒരു സംഗതിയെയാണ്, ഈ ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിങ്ങിനെയാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നമുക്കുള്ളത് ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണ്? ഇമെയിൽ മാർക്കറ്റിംഗ് ഒരു എക്സാമ്പിൾ പറയാം, എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില സൈറ്റുകളിലേക്കൊക്കെ നോട്ടിന് വേണ്ടി കയറാറുണ്ട്. സോ അവരെന്ത് ചോദിക്കും? പേരും മെയിൽ ID ഒക്കെ അടിച്ചു കൊടുക്കാൻ പറയും, സൈനപ്പ് ചെയ്യാൻ പറയും. സൈനപ്പ് ചെയ്യും, എനിക്ക് വേണ്ടതൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മെയിൽ എടുക്കുമ്പോൾ മൊത്തം ഇവരുടെ പരസ്യങ്ങളാണ്, ഇവരുടെ പ്രൊഡക്റ്റുകളെയും സർവീസിനെയും പറ്റിയിട്ടുള്ള പരസ്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? സോ അത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, email marketing is still one of the most effective digital marketing channels, though many people associate it with spam and treat such messages accordingly. Many digital marketers use their other digital marketing channels to collect names for their email list. Then through email marketing, they try to turn those leads into customers. Customersലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് ഇത്തരത്തിലുള്ള ഇമെയിൽ മാർക്കറ്റിംഗ് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും സർവീസിനെ പറ്റിയിട്ടും എന്താണ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇമെയിൽ മാർക്കറ്റിംഗ് നമ്മളെ ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇമെയിൽ മാർക്കറ്റിംഗ് നമ്മളെ സഹായിക്കാറുണ്ട്. ഓക്കെ, ദെൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്.
The primary goals of a social media marketing campaign are to build brand awareness and establish trust. Social media marketing inde ഒരു പ്രൈമറി ഗോൾ എന്താണ്? ബ്രാൻഡ് അവയർനെസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, നല്ലൊരു ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക കസ്റ്റമേഴ്സിനിടയിൽ. As you go deeper into social media marketing, you can use it to obtain leads and as a direct marketing or sales channel. Promoted posts and tweets are two examples of social media marketing. Social media marketing ന്റെ two examples ആണ്, പ്രധാനപ്പെട്ട രണ്ട് examples ആണ്. പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക, അതുപോലെ ട്വീറ്റുകൾ ഇടുക എന്നുള്ളത്. ദെൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒന്നുമില്ല, നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ മറ്റ് കമ്പനീസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, അംബാസിഡർ, ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ കേട്ടിട്ടില്ല. ഇവരെന്ത് ചെയ്യുന്നു? നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ നടക്കുന്ന ഓരോ സെയിലിന്റെയും ഒരു കമ്മീഷൻ ആരിലേക്ക് എത്തും? ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സിലേക്ക് അല്ലെങ്കിൽ അഫിലിയേറ്റ് കമ്പനീസിലേക്ക് എത്താറുണ്ട്. Many well-known companies including Amazon have affiliate programs. ആമസോൺ കമ്പനിയില്ലേ, ആമസോണുകാർക്ക് ഇത്തരത്തിലുള്ള അഫിലിയേറ്റഡ് കമ്പനീസ് ഉണ്ട്. അവര് $1,000,000 ആണ് ഇത്തരത്തിലുള്ള അഫിലിയേറ്റ്സിന് കമ്മീഷനായിട്ട് പേ ചെയ്യാറുള്ളത് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിന്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വീഡിയോ മാർക്കറ്റിംഗ് ആണ്. A lot of internet users turns to sites like YouTube before making a buying decision to learn how to do something, to read a review or just to relax. ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവര് ഒരു ബൈയിങ് ഡിസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് യൂട്യൂബുകളൊക്കെ റെഫർ ചെയ്യാറുണ്ട്. ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ പറ്റിയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവും. അത് കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാറുള്ളൂ, ശരിയല്ലേ? ഇപ്പൊ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ റിവ്യൂ നോക്കാറുണ്ട്. നല്ല റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയുള്ളൂ, ശരിയല്ല? സോ ഇത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിനെയാണ് വീഡിയോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ചില ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലേ, അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആളുകളെ കൊണ്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വീഡിയോസ് ചെയ്യിപ്പിക്കാറുണ്ട്. നിങ്ങൾ റീൽസ് കാണുമ്പോൾ മനസ്സിലാവും, ഇപ്പോൾ ഒരുപാട് കാണാറുണ്ട്. പെയ്ഡ് പ്രൊമോഷൻസ് കാണാറുണ്ട് അല്ലെ, പെയ്ഡ് കൊളാബറേഷൻസ് കാണാറുണ്ട് അല്ലെ. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? വീഡിയോ മാർക്കറ്റിങ്ങിന് ഉദാഹരണമാണ്. ഫേസ്ബുക്ക് വീഡിയോസും ഇൻസ്റ്റാഗ്രാം റീൽസും ടിക്ടോക്കും ഇതല്ല കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ പോയിന്റിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ലാസ്റ്റ് വൺ, ടെക്സ്റ്റ് മെസ്സേജിങ്. ഇതാ നോക്കിയോ, കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ആണ് ടെക്സ്റ്റ് മെസ്സേജിങ്. കമ്പനീസ് ഓൾസോ യൂസ് ടെക്സ്റ്റ് മെസ്സേജസ് ഫോർമലി നോൺ ആസ് SMS or short message service. SMS-ന്റെ ഫുൾ ഫോം ആണ് ഷോർട്ട് മെസ്സേജ് സർവീസ്. ടു സെൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് പ്രൊമോഷൻസ്. അവരുടെ പുതിയ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഇറങ്ങുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ പബ്ലിക്കിലേക്ക് സെൻഡ് ചെയ്യാറുണ്ട് ചില നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സ് അവരുടെ മെസ്സേജുകൾ നിങ്ങളുടെ ഫോണിലേക്ക് വരാറുണ്ട് അല്ലേ, ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ അതും ഒരു നല്ല അഡ്വർടൈസ്മെന്റ് ടെക്നിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 11 പഠിക്കാനുണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്ക് കൂടി വായിച്ചോണം. അപ്പോൾ കഴിഞ്ഞു, ക്ലോസ്ഡ്. അപ്പോൾ ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പഠിക്കുക എന്നുള്ളത്. നന്നായിട്ട് പഠിക്കുക. സംശയമുള്ള ടോപ്പിക്കുകൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളുക, പറഞ്ഞുതരാം. ഓക്കെ, ക്ലാസ്സുകൾ ഡിലേ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കണേ. അധികം ഡിലേ ഇനി വരുത്താതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, ബൈ.